Shailaja Jala, a versatile theatre professional, director, designer, actor, writer, and educator with national and international experience. She is the National School of Drama alumna, directing plays in English, Hindi, and Malayalam, and acting in theatre and Malayalam films. She is serving as the General Secretary of Natak in Kerala, where she advocates for the welfare and recognition of theatre artists. She is also the founding director of India's first state-supported annual international theatre festival, known as the International Theatre Festival of Kerala, ITFOK. Also serving as the chief coordinator of Purva and key organizer of NSD's Bharat Rang Mahotsav, Shailaja conducts theatre workshops, training, and academic programs in India as well as abroad. We are deeply honored and privileged that Shailaja has graciously accepted to prepare a video on the life, work, and legacy of Professor S. Ramanujam. പ്രിയപ്പെട്ട രാമാനുജൻ മാസ്റ്ററെ പറ്റി ഓർക്കുക, ആ ഓർമ്മയ്ക്ക് തന്നെ വലിയൊരു സന്തോഷമുണ്ട്. അദ്ദേഹത്തെ ഓർക്കേണ്ടി വരിക എന്നൊന്നില്ല, ഒരിക്കലും മറക്കുന്നില്ല എന്നുള്ളതാണ്. എത്ര മനോഹരമായ സന്തോഷം തരുന്ന ആ ചിരിയും ആ വെളുത്ത ജുബയും തമിഴ് കലർന്ന മലയാളവും വളരെ സ്വാന്തനിപ്പിക്കുന്ന ആ സ്പർശവും എങ്ങനെ മറക്കാനാണ്? അതൊരു ടോട്ടൽ തിയേറ്ററാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട, അടുത്തറിഞ്ഞ ഏറ്റവും നിഷ്കളങ്കനായ മനുഷ്യൻ. അങ്ങനെ ഒരു ഇമേജാണ് അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. തിയേറ്റർ വളരെ ആഴത്തിൽ ആത്മാവുകളെ ബന്ധിപ്പിച്ചു നിർത്തി മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കലയാണ്. ഭൗതികമായി പോലും വളരെ പെരിഫറലായി പോലും കൈപിടിച്ച് നടക്കുന്ന പല കാര്യങ്ങളും ലോകത്തുണ്ട്. പക്ഷെ ഒരു മനുഷ്യന് ഒരു ജീവിതകാലം മുഴുവനും ഒരു കാര്യത്തിന്റെ അന്വേഷണത്തിൽ സമർപ്പിച്ച് അതിനുവേണ്ടി ഒരിക്കലും മുഷവില്ലാതെ, ഒരിക്കലും തളരാതെ, ഒരിക്കലും നിരാശയുണ്ടാകാതെ സ്നേഹം 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 ആ ഒരു മന്ത്രം ഉരുവിട്ടുകൊണ്ട് കാറ്റിങ്ങനെ പുൽക്കൊടിയെയും വൻമരങ്ങളെയും ഒക്കെ ഒരുപോലെ തഴുകി തഴുകി മുന്നോട്ട് പോകുന്നത് പോലെ മാഷിങ്ങനെ ചേർത്ത് പിടിച്ചാണ് തിയേറ്ററിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതിനൊപ്പം ചേർന്ന് ചേർന്ന് പോയ ഒരു ചെറിയ ആളാണ് ഞാൻ ഇന്നൊരു തിയേറ്റർ പേഴ്സണാലിറ്റി എന്ന തരത്തിൽ മാഷിനെ ഓർമ്മിക്കുകയല്ല. ഞാനൊരു തിയേറ്റർ പേഴ്സണാലിറ്റി ആകുന്നതിന് ഏറ്റവും പ്രചോദനമായി ഊർജമായി എനിക്കൊപ്പം എൻ്റെ സ്മരണയിൽ, എൻ്റെ ചിന്തകളിൽ, എൻ്റെ പ്രായോഗിക പ്രവർത്തനത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു മോഡലാണ് മാഷ്. തിയേറ്റർ എങ്ങനെയായിരിക്കണം, തിയേറ്ററിൽ പ്രവർത്തിക്കുന്നവരെങ്ങനെയായിരിക്കണം, അവരിൽ പ്രവർത്തിക്കുന്ന
മാനുഷിക ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കണം, അങ്ങനെ തുടങ്ങി തിയേറ്ററിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള മനുഷ്യനെ ചേർത്ത് നിർത്തുന്ന ഒട്ടേറെ ഗുണങ്ങൾ ഒരുമിച്ച് ഒരാളിൽ ഞാൻ കണ്ടത് അദ്ദേഹത്തിലാണ്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ കുട്ടിയാണ്. തിയേറ്ററിൽ ഗുരുവുണ്ടോ മോഡലുണ്ടോ എന്നൊക്കെ ആളുകൾ പലപ്പോഴും പല ഇന്റർവ്യൂവിലും ഒക്കെ ചോദിക്കാറുണ്ട്. ഞാൻ പല കാര്യങ്ങളിലും എന്നെപ്പറ്റി തിരിച്ചറിയുന്നതും മനസ്സിലാക്കുന്നതുമൊക്കെ ഞാനൊരു സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള ആളാണ്. ഞാൻ അത്ര പെട്ടെന്നൊന്നും ഇൻഫ്ലുവൻസ് ആകുന്ന ആളല്ല. പേഴ്സണൽ ഒപ്പീനിയൻ ഉള്ള ആളാണ്, ക്രിട്ടിക്കലായ ആളാണ്. എനിക്ക് എന്നെ ചെറുതായിട്ടെങ്കിലും തുടക്കത്തിൽ സ്വാധീനിച്ച, പിന്നീട് സ്വാധീനം വളർന്നു വളർന്ന് ഒരു വലിയ മോഡലായി എൻ്റെ മനസ്സിൽ ഒരു മരമായി മാറിയ ആളാണ് രാമാനുജൻ മാഷ്. നമ്മൾ വായിച്ചതും പഠിച്ചതും മനസ്സിലാക്കിയതും ഒക്കെ പ്രയോഗിക്കുന്നതിൻ്റെ ആ ലളിത മോഡൽ എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹത്തിൽ നിന്ന് ഞാൻ തിരിച്ചറിഞ്ഞതും പലപ്പോഴും ഉൾക്കൊണ്ടതും. ഞാൻ അദ്ദേഹത്തെ ആദ്യം കാണുന്നത് ഒരു പഠിതാവായിട്ടാണ്. അദ്ദേഹത്തെ അതിനു മുമ്പ് കേട്ടിട്ടേ ഉള്ളൂ, അടുത്ത് അറിഞ്ഞിട്ടില്ല. തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയെ പറ്റിയും മലയാള നാടകവേദിയുടെ ആധുനിക മുഖഛായ മാറ്റുന്ന പഠന സമ്പ്രദായങ്ങളെ പറ്റിയും ഒക്കെ, പുതിയ തരം അന്വേഷണങ്ങളെ പറ്റിയും ഒക്കെ വായിച്ചും അല്ലാതെയും അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ രാമാനുജൻ മാഷിന്റെ റോളിനെ കുറിച്ചും ഒക്കെ കേട്ടറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹവുമായി അടുത്ത് ഇടപഴകിയ സമയത്ത്, അത് തിരുവനന്തപുരത്തെ അഭിനയ നടത്തിയ ഒരു 10 ദിവസത്തെ ക്യാമ്പാണ്. ഒരുപക്ഷെ ആ ക്യാമ്പ് എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ആ ക്യാമ്പിൽ ഞാൻ കൗതുകത്തിലാണ് പങ്കെടുക്കാൻ പോയത്. ക്യാമ്പില് എന്നെക്കാട്ടിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള, കൂടുതൽ നാടകം ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ചിറങ്ങിയ ആളുകൾ ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ. 11 മണിക്കുള്ള കട്ടൻ ചായ ബ്രേക്കിൽ ഓടിപ്പോയി മാഷിന്റെ ഒപ്പം ഇരുന്ന് സംശയങ്ങൾ ചോദിക്കുന്ന ഒരു പാവം കുട്ടി ഞാൻ. ഇംപ്രവൈസേഷൻ നടക്കുമ്പോ ഒരു വല്ലാത്തൊരു ആവേശം ഉണ്ടായിട്ട് മാഷിന്റെ വർക്ക്ഷോപ്പിലെ ആളുകളുടെ ഇടയിലൂടെ ഓടി നടന്നിട്ട് മാഷ് തരുന്ന നിർദ്ദേശങ്ങൾ കേട്ടിട്ട് മാഷ് ഓടിക്കൊണ്ടായിരിക്കുന്നത് എപ്പോഴും. അതാണ് മാഷ് റിലാക്സ് ആയിട്ട് ഒരിടത്തിരുന്ന്, അങ്ങനെയല്ല അധ്യാപകനല്ല, ഓരോരുത്തരുടെ അടുത്ത് പോയി തൊട്ട് പറഞ്ഞ് മനസ്സിലാക്കി, ചിലപ്പോൾ ചെവിയിൽ ചില കാര്യമൊക്കെ പറഞ്ഞ്, അങ്ങനെയാണ് മാഷ്. അപ്പൊ ഒരു ദിവസം ഒരു ഇംപ്രവൈസേഷൻ കഴിഞ്ഞ് മാഷ് ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിച്ച് സഭാഷ് സഭാഷ് എന്നൊക്കെ പറഞ്ഞ എൻ്റെ അടുത്ത്. അപ്പൊ ഞാൻ വിചാരിച്ചു, അപ്പൊ ഇതാണോ, ഇങ്ങനെ അഭിനയിക്കുമ്പോഴാണോ, അല്ലെ ഇങ്ങനെ ചെയ്യുമ്പോഴാണോ? അന്ന് വൈകുന്നേരം എൻ്റെ സുഹൃത്ത് വന്നപ്പോ മാഷ് ഭയങ്കര ആനന്ദാതിരേകത്താൽ പറഞ്ഞു, ഓ മിസ്റ്റർ, യു ആർ ലേറ്റ്. കുറച്ച് മുന്നേ വന്നിരുന്നെങ്കിൽ ശൈലജയുടെ ഒരു ഉഗ്രം പെർഫോമൻസ് കാണാമായിരുന്നു. ഒരാളെയും അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് മടിയില്ലാത്ത ആ മനസ്സ്. ഒരു ആളിനോടും ലോഭമില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാനുള്ള പ്രമോഷൻ കൊടുക്കുന്നു. അത്തരം ആളുകളാണ് ഗുരുക്കൾ. മാഷിന് വാക്കുകൾക്ക് ലോഭമില്ല, അഭിനന്ദനങ്ങൾക്ക് ലോഭമില്ല,
സ്നേഹത്തിന് ലോഭമില്ല, സ്വാതന്ത്ര്യത്തിന് ലോഭമില്ല. അത് കണക്കില്ലാതെ അത് കൊടുക്കുന്ന ഞാൻ കണ്ട വളരെ അപൂർവം ആളുകളിൽ എൻ്റെ മനസ്സിൽ എപ്പോഴും പച്ച പിടിച്ചു നിൽക്കുന്ന ചിത്രം മാഷിൻ്റെതാണ്. അതാണ് അദ്ദേഹം ഗുരുവായി നിൽക്കുന്നതിന്റെ കാരണം. 2007 സംഗീത നാടക അക്കാദമിയുടെ കുട്ടികളുടെ ക്യാമ്പ്, എനിക്ക് തോന്നുന്നു അതാണ് അവസാനത്തെ ആ പദ്ധതി. അതിനുശേഷം തുടർന്നില്ല. എല്ലാ വർഷവും വെക്കേഷന് കേരളത്തിൽ നിന്ന് മൊത്തം തെരഞ്ഞെടുക്കുന്ന കുട്ടികളുടെ ക്യാമ്പ് സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. ഒരേ സമയം അധ്യാപകർക്കുള്ള ക്യാമ്പും കുട്ടികൾക്കുള്ള ക്യാമ്പും. അന്ന് മാഷിനെ ക്യാമ്പ് ഡയറക്ടറായിട്ട് വിളിച്ചു അക്കാദമി. അപ്പോ ഞാൻ ഇറ്റ്ഫോക്കിന്റെ ഡയറക്ടറായിട്ട് തൃശ്ശൂരിൽ താമസിച്ച് പ്രവർത്തിക്കുകയാണ്. അപ്പൊ ശൈലജ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ മാഷ് പറഞ്ഞത്, ഓ ശൈലജ, പിന്നെ ഞാനെന്തിനാ വരുന്നേ, ശൈലജ മതിയല്ലോ. അത് എനിക്ക് തോന്നുന്നില്ല ഇന്നും ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ് അദ്ദേഹം ഗുരുസ്ഥാനീയനായി നിൽക്കുമ്പോൾ അദ്ദേഹത്തെ വിളിക്കുന്ന ഒരു കാര്യത്തിന് ഇല്ല വേണ്ട, അവരുണ്ടെങ്കിൽ അവര് മതി, ഞാൻ വളരെ ജൂനിയറാണ്. അന്നും ഇന്നും അതെത്ര പേര് പറയുമെന്നുള്ളതാണ്. ഞാൻ പിന്നെ അദ്ദേഹത്തെ വിളിച്ചു, അല്ല മാഷ് വരണം, മാഷിന്റെ ഒപ്പം ഞാൻ ഉണ്ടാകും, നമുക്കൊന്നിച്ച്. ഞാൻ മാഷിന്റെ കൂടെ കൊതിയാണ്, കാരണം കുറെ കാലമായി. അങ്ങനെ മാഷ് ആ ക്യാമ്പിൽ വരുന്നു. മാവേലിക്കരയിൽ അധ്യാപകരുടെയും കുട്ടികളുടെയും ക്യാമ്പാണ്. അത്ര മനോഹരമായി. അന്നാണ് വീണ്ടും മാഷ് കുട്ടികൾക്ക് ക്യാമ്പ് എടുക്കുന്നതിൻ്റെത് അടുത്ത് നിന്ന് അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ അടുത്ത് നിന്ന് കാണുന്നു. എത്ര അനായാസേനയാണ് കുട്ടികളിലേക്ക് അദ്ദേഹം ഇറങ്ങിച്ചെല്ലുന്നത്. കുട്ടികളുടെ തലച്ചോറിലേക്ക്, അവരുടെ സ്വത്വത്തിലേക്ക് അദ്ദേഹം ഇറങ്ങിച്ചെന്ന് മുത്തശ്ശനായി, അധ്യാപകനായി, കൂട്ടുകാരനായി കഥ പറയുന്ന ആ ഒരു ചിത്രം, അതൊരു മോഡലാണ്. ആ മോഡൽ ശരിക്കും പറഞ്ഞാൽ ആ സമയത്തൊക്കെ ഞാൻ പിന്നീട് ആലോചിച്ചിട്ടുണ്ട്, ആ ക്യാമ്പൊക്കെ ഡോക്യുമെന്റ് ചെയ്യേണ്ടതായിരുന്നു. കാരണം നിങ്ങൾ എത്ര ഗെയിം ചെയ്യിപ്പിച്ചു അല്ലെങ്കിൽ എത്ര തരത്തിലുള്ള മോഡ്യൂൾസ് ചെയ്തു എന്നുള്ളതല്ല, എന്താണ് ഒരു തിയേറ്റർ പേഴ്സണാലിറ്റി ഒരു ക്ലാസ് എടുക്കുമ്പോൾ തങ്ങളുടെ സ്റ്റുഡൻസിന്റെ അടുത്ത് അല്ലെങ്കിൽ തങ്ങളുടെ ആക്ടേഴ്സിന്റെ അടുത്ത് അല്ലെങ്കിൽ കോ വർക്കേഴ്സിന്റെ അടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണം, എന്ത് തരം ലാംഗ്വേജ് ഉപയോഗിക്കണം, എന്തായിരിക്കണം നിങ്ങളുടെ ടോണൽ ക്വാളിറ്റി, മുന്നിൽ നിൽക്കുന്ന മനുഷ്യര് എങ്ങനെയാണ് നിങ്ങൾ അവർക്കൊരു സ്പേസ് കൊടുക്കുക, അവർക്കൊരു സന്തോഷം ഉണ്ടാക്കുക, എന്നിട്ട് നിങ്ങൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യാനാണോ, എന്ത് തരം റിസൾട്ട് ഉണ്ടാക്കാനാണോ ആഗ്രഹിക്കുന്നത്, അതിലേക്ക് എത്തിച്ചേരുന്ന ആ ഒരു അതിമനോഹരമായ കലായാത്ര, എഡ്യൂക്കേഷൻ യാത്ര, അത് മാഷക്ക് മാത്രം കഴിയുന്ന മനോഹരമായ ഒന്നാണ്. അപ്പൊ ആ വർക്ക്ഷോപ്പിൽ പങ്കെടുത്ത അധ്യാപകരിൽ പല ആളുകളും ഇന്നിപ്പോ തിയേറ്റർ പേഴ്സണാലിറ്റികളായിട്ട് തന്നെ കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അങ്ങനെ നിരവധി ഓർമ്മകൾ. അദ്ദേഹം പങ്കെടുത്ത KPSCയുടെ അദ്ദേഹം നടത്തിയ ക്യാമ്പിന്റെ ഉദ്ഘാടകയായി ഞാൻ പോയിട്ടുണ്ട്. ഞാൻ ചെന്ന് അവിടെയും സ്റ്റേജിൽ മാഷ് എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നത്, ഇവൾ എന്റെ കുട്ടിയാണ്. He was amazing. ഒരു കാലത്തും മാഷിന്റെ ഒന്നാമത്തെ ദിവസത്തെ കണ്ടതുപോലെ ഏറ്റവും അവസാനം 2015 ഓഗസ്റ്റ് 15 മാവേലിക്കരയിലെ വൈഖരി വീട്ടിൽ നിന്ന് സമൂഹത്തിലേക്ക് ഒരു വാതായനം, കൾച്ചറൽ ജേർണി. ഒരു വീട്
എങ്ങനെ ഒരു കല ഇടമായി മാറാമെന്നതിന്റെ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി ഒരു സംവിധാനം ഒരുക്കുന്നു. അപ്പൊ അതൊരു കല ഇവന്റായി മാറുന്നു. 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടി. അതിന്റെ ഉദ്ഘാടനം ആര് വേണം എന്നതിന് മറ്റൊരു ചിന്തയുമില്ല. ഞാൻ തിയേറ്ററിൽ വരാൻ എനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള വലിയൊരു ഊർജം ലഭിച്ചത് എവിടെ നിന്നാണോ ആ ഊർജ സ്രോതസ്സിലേക്ക് മടങ്ങി ആ ഊർജ സ്രോതസ്സിനെ ഇവിടെ ഒരു പുതിയ സംരംഭം ഉണ്ടാകുമ്പോൾ അതിലേക്കും തുടക്കക്കാരനായി എത്തണമെന്നുള്ളതിൽ ഒരു സംശയം ഉണ്ടായില്ല. 15-ാം തീയതി ഉദ്ഘാടനത്തിന് മാഷ് 14-ാം തീയതി എത്തുന്നു. ഒരു ദിവസം 2 ദിവസം താമസിക്കുന്നു. 16-ാം തീയതി മാഷ് മടങ്ങിപ്പോകുന്നു. ആ 3 ദിവസം മാഷുമൊത്ത് ഞാനും വൈഖരിയിലെത്തിയ എല്ലാവരും സന്തോഷത്തോടെ എത്ര മനോഹരമായി ചിലവഴിച്ചത് സമയത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അത്രയും സിമ്പിളായി, അത്രയും ജെനുവിനായി, അത്രയും ഹാപ്പിയായി, അത്രയും ഗുരുവന്ദ്യനായ ഒരാൾ ഒരിടത്തിൽ വന്ന് നിന്ന് താമസിച്ച് അത് എല്ലാവരെ കൊണ്ടും പറ്റുന്ന കാര്യമല്ല. പക്ഷെ മാഷിന് മനസ്സിലായിരുന്നു അതെന്താണ്, എങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഫ്യൂച്ചർ പ്രോജക്റ്റ് ഒക്കെ മാഷോട് ഡിസ്കസ് ചെയ്തു. അപ്പൊ മാഷ് പറഞ്ഞു, ശൈലജ ഞാൻ വരാം, എല്ലാ വർഷവും വരാം, നീ വിളിക്കുമ്പോഴൊക്കെ വരാം, കുട്ടികൾക്ക് ക്ലാസ് എടുക്കാം, നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ ഞങ്ങൾ അന്ന് തന്നെ തീരുമാനിച്ചു, ഡിസംബർ വെക്കേഷന് 2015 ഡിസംബർ വെക്കേഷന് ഇവിടെ 1ാമത്തെ കുട്ടികളുടെ ക്യാമ്പ് മാഷ് നടത്തും. കുട്ടികളുടെ ക്യാമ്പിന്റെ ഒരു ഉദ്ഘാടനം 2015 തന്നെ. അങ്ങനെ ഞങ്ങൾ ക്രിസ്മസ് വെക്കേഷന്റെ 10 ദിവസം അവധിക്ക് ക്യാമ്പ് നടത്താം എന്ന തീരുമാനം. മാഷിൽ നിന്നാണ് കുട്ടികളുടെ ക്യാമ്പിന്റെ വൈഖരിയിലെ തുടക്കം എന്നതിനും രണ്ടാമതൊരു ആലോചന ഉണ്ടായി. അങ്ങനെ എല്ലാം തീരുമാനിച്ച് മാഷ് എന്നോട് മധുരയ്ക്ക് ചെല്ലാൻ ക്ഷണിച്ചിട്ടാണ് മടങ്ങിയത്. മാഷ് ദീർഘകാലമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കൈശിക നാടകം, അതിന്റെ പുനരവതരണം, അതിന്റെ റിസർച്ച് ഒക്കെ വിശദമായി എന്നോട് സംസാരിച്ചു. നമുക്ക് പോണം ശൈലജയും, ഒന്നിച്ച് പോണം, നമുക്ക് കാണണം. അപ്പൊ ചെന്നൈയിലെ അതുമായി ബന്ധപ്പെട്ട അനിതാരത്നം, അങ്ങനെ എല്ലാവരെ കുറിച്ചും മാഷ് എന്നോട് സംസാരിച്ചു. നമുക്ക് ഒന്നിച്ച് പോകാം, രാത്രി മുഴുവനും ഇരുന്ന പെർഫോമൻസ് കാണാം, നീ കാണണം, അറിഞ്ഞിരിക്കണം. നമുക്കെല്ലാം നമ്മളുടെ ഇത്തരം തിയേറ്ററിന്റെ ആധുനിക നാടക വേദിയുടെ റൂട്ട്, അതിലേക്ക് എത്തിയ കൈവഴികളെ ഒക്കെ നമുക്ക് ലോക്കലി കണ്ടെടുക്കണം, പ്രിസർവ് ചെയ്യണം. ആ പ്രിസർവേഷൻ, ആ ഡോക്യുമെന്റേഷൻ മാഷിന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. മാഷ് വർഷങ്ങളായി അതിൽ പണിയെടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ അടുത്ത ഇതിന് നമുക്ക് ഒന്നിച്ചു പോണം, നീ അവിടേക്ക് വരണം എന്നൊക്കെ പറഞ്ഞാണ് മാഷ് ഓഗസ്റ്റ് 16-ന് മടങ്ങിയത്. പിന്നെ ഡിസംബറിലെ ക്യാമ്പിന് കാത്തിരിക്കാതെ മാഷ് ഡിസംബർ 7-ന് മടങ്ങി. അത് മാഷിന്റെ വീട്ടിലും പിന്നീട് അദ്ദേഹത്തിന്റെ അന്ത്യയാത്രയിലും ഒക്കെ പങ്കെടുക്കുമ്പോൾ ഒരു ജീവിതത്തിൽ മുഴുവൻ സമയവും നാടകക്കാരനായിരുന്ന, നാടകത്തോടൊപ്പം ജീവിച്ച, നാടകത്തിനു വേണ്ടി ജീവിച്ച, നാടകമല്ലാതെ മറ്റൊന്നും ചിന്തിക്കുകയോ രുചിക്കുകയോ ആഗ്രഹിക്കുകയോ അനുഭവിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒരാളിനോടുള്ള, ഒരാളിന്റെ ജീവിതത്തെ കുറിച്ച് എന്തൊക്കെ ചെയ്താലാണ് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി, അദ്ദേഹത്തിന്റെ ആ ഒരു വർക്ക് രീതി, അദ്ദേഹത്തിന്റെ ഒരു ക്രിയേറ്റീവ് സ്റ്റൈല്, അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ, ഇതൊക്കെ മെമ്മറൈസ് ചെയ്യാൻ എന്തൊക്കെയാണ് ഇനി ഭാവിയിൽ ചെയ്യാൻ പറ്റുക എന്നൊക്കെ ആലോചിച്ച്
നിശബ്ദമായി പോയ ഒരു യാത്രയായിരുന്നു അദ്ദേഹത്തെ യാത്രയാക്കാൻ പോയതും മടങ്ങി വന്നതും. എന്നെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ നാടക രീതി ഒരുപക്ഷെ മാഷ് ഇന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ നാടക ശൈലി കേരളത്തിൽ ഏറ്റവും അനിവാര്യമായ ഒരു കാലമാണിത്. സിമ്പിൾ ബട്ട് എലഗന്റ്. നമ്മുടെ പരിസരത്തു നിന്ന് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും ബയോഡൈവേഴ്സിറ്റിയെ പ്രതിനിധാനം ചെയ്യുന്ന ജൈവ തിയേറ്റർ എന്ന കൺസെപ്റ്റ് പ്രാവർത്തികമാക്കിയിരുന്ന ആളാണ് അദ്ദേഹം. ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ വർഷം തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഇപ്പോൾ നടക്കുന്ന ഇന്റർനാഷണൽ തിയേറ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ഫെസ്റ്റിവലിന്റെ ഭാഗമായി അവിടെ പ്രകൃതി തിയേറ്റർ, പ്ലാസ്റ്റിക് അല്ലെങ്കിൽ അത്തരം പ്രകൃതിയോട് ചേരാത്ത മെറ്റീരിയലുകൾ ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെ തിയേറ്റർ ചെയ്യണം എന്നുള്ള ചർച്ച, അതായിരുന്നു ഒരു വർഷത്തെ ആ ഉത്സവത്തിന്റെ സബ്ജക്ട്. ആ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഓർത്തത് മാഷിനെയാണ്. കാരണം മാഷിനൊരു കാട് നിർമ്മിക്കാൻ 10 ഈർക്കിൽ ചൂലുകൾ മതിയായിരുന്നു. ആ ഈർക്കിൽ ചൂലുകൾ വിരിച്ചു നിർത്തുമ്പോൾ അതൊരു കാടാകും. കുറ്റിക്കാട്ടിൽ മനുഷ്യന് പതുങ്ങിയിരിക്കാൻ പറ്റുന്ന ബുഷസായിട്ട് അത് മാറും, യുദ്ധഭൂമിയായിട്ട് അത് മാറും. അങ്ങനെ 10 ചൂലുകൊണ്ട് മാജിക് ഉണ്ടാക്കുന്ന തിയേറ്ററിൽ, അരങ്ങിൽ അത്ഭുതം നിർമ്മിക്കുന്ന ഒരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ്. അങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു മെറ്റീരിയലുകളുണ്ട്. പ്രകൃതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞ് പ്രകൃതിക്ക് കേടുണ്ടാക്കേണ്ടാത്ത, പ്രകൃതിയിൽ ഡിസോൾവ് ആകുന്ന, പ്രകൃതിയിലെ തന്നെ മെറ്റീരിയലുകൾ കൊണ്ടാണ് മാഷിന്റെ കൂടുതൽ നാടകങ്ങളും ഞാൻ കണ്ടിട്ടുള്ളത്, മാഷ് ചെയ്തിട്ടുള്ളത്. ഇത് പറയുമ്പോൾ മാഷ് പഠിച്ചത് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലാണ്. എന്റെ ഏറ്റവും വലിയൊരു അനുഭവം, ഒരു ഓർമ്മ പറയുകയാണെങ്കിൽ, മാഷിനെ ഞാൻ പരിചയപ്പെട്ട് അധിക വൈകാതെ ഞാൻ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. എനിക്ക് അഡ്മിഷൻ കിട്ടുമ്പോൾ എനിക്ക് അവിടേക്ക് പോകാനുള്ള ഏറ്റവും വലിയ സന്തോഷം മാഷ് പഠിച്ച ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഞാനും പഠിക്കാൻ പോകുന്നു എന്നുള്ളതായിരുന്നു. കാരണം എനിക്ക് അതിനു മുമ്പ് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ച മാഷിനെ അല്ലാതെ വേറെ ആരെയും പരിചയമില്ല. മാഷിനോടല്ലാതെ ഞാൻ ആരോടും ഇത്ര ഡീപ്പായി സംസാരിച്ചിട്ടില്ല. അതൊരു വലിയ മിറക്കിളാണ്, ഒരു അത്ഭുതമാണ് എനിക്ക്. അപ്പം മാഷ് പഠിച്ച ആ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഞാൻ പോവുകയാണ്. എന്റെ സന്തോഷം അതാണ്. അതോടൊപ്പം വലിയ അന്ന് പേടിയും ഭയവും ഒക്കെ ഉണ്ട് താനും. ഞാൻ പറയാൻ വന്നത്, ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മാഷിന്റെ ഈ സിമ്പിൾ എലഗന്റ് പ്രകൃതിയിൽ നിന്നുള്ള മെറ്റീരിയൽ, ബയോഡൈവേഴ്സിറ്റി, ഡിസോൾവ്, അങ്ങനെയുള്ള തിയേറ്ററും ജൈവ തിയേറ്ററും നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ പോലെയുള്ള ഭീകരമായ പണം മുടക്കിയുള്ള സെറ്റും മറ്റാർഭാടങ്ങളും മറ്റനുസാരികകളും മറ്റ് വിഷ്വൽ ട്രീറ്റും ഒക്കെ ആയിട്ട്, മറ്റ് സാങ്കേതിക ട്രീറ്റും ഒക്കെയായി നാടകം നടക്കുന്ന, ബിഗ് ബജറ്റ് നാടകം നടക്കുന്ന അൽക്കാസെ സാമിന്റെയൊക്കെ വലിയ വൻ തിയേറ്റർ ശൈലി ആ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഈ മാസ്റ്റർ പഠിച്ചതിനെ അറിവിലുള്ള, പുതിയ വഴി തേടാനുള്ള മാർഗമായി അവിടെ നിർത്തിയിട്ട് അവിടെ നിന്ന് തന്റെ പരിസരത്തിലേക്ക് തിരിഞ്ഞു നടന്നപ്പോ തന്റെ ഭൂമിക, തന്റെ ചുറ്റുപാട്, തന്റെ ജനങ്ങൾ, തന്റെ നാട്ടിന്റെ സാമ്പത്തികാവസ്ഥ, തന്റെ നാടിന്റെ തിയേറ്റർ അവസ്ഥ, കാണികളുടെ അവസ്ഥ, ഓഡിറ്റോറിയങ്ങളുടെ അവസ്ഥ, റിഹേഴ്സൽ സ്പേസിന്റെ അവസ്ഥ, ആക്ടേഴ്സിന്റെ ലൈഫ്, റെമ്യൂണറേഷൻ, അങ്ങനെ എണ്ണമറ്റ വിഷയങ്ങളെ കൺസിഡർ ചെയ്തിട്ടാണ് അദ്ദേഹത്തിന്റെ തിയേറ്റർ രൂപപ്പെടുത്തിയത്, സംവിധാന ശൈലി അദ്ദേഹം കണ്ടെത്തിയത് എന്ന് മനസ്സിലാക്കാൻ
നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയും ചെന്ന് കുറഞ്ഞ സമയത്തിനുള്ളിൽ എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ മാഷിന്റെ ശൈലിയെ മാഷിനോടൊപ്പം പ്രവർത്തിച്ച് കണ്ടിട്ട് പോകുമ്പോൾ ഇതുമായി ഒക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ശൈലിയും രീതിയുമായിരിക്കും അവിടെയെന്നുമാണ് കരുതിയത്. പക്ഷെ നേരെ വിപരീതം, നേരെ സൗത്ത് പോൾ നോർത്ത് പോൾ പോലെയുള്ള വ്യത്യാസം. അവിടെയാണ് ഞാൻ വീണ്ടും മാഷിനെ എൻ്റെ ഗുരുവായി, തിയേറ്ററിന്റെ ഏറ്റവും വലിയ ശക്തി സ്രോതസ്സായി വീണ്ടും എന്നിലേക്ക് തന്നെ തിരിച്ചാവാഹിച്ചു. മാഷിനെ ഓർക്കുന്നു, എല്ലായ്പ്പോഴും ഓർക്കുന്നു. അദ്ദേഹത്തിന്റെ തിയേറ്ററിന് ഏറ്റവും, അദ്ദേഹത്തിന്റെ സംവിധാന ശൈലിയും അദ്ദേഹത്തിന്റെ ആക്ടേഴ്സ് ട്രീറ്റ്മെന്റും ഇന്ന് ഏറ്റവും റെലവന്റ് ആയിരിക്കുന്ന സമയമാണ്. കാര്യങ്ങൾ പറയൽ, തിയേറ്ററിനെ ജൈവമാക്കി വയ്ക്കൽ, വിഷയത്തിന് പ്രാധാന്യം കൊടുക്കൽ, ആക്ടേഴ്സിന്റെ പുറത്ത് വർക്ക് ചെയ്യൽ, അതിലൂടെ മനുഷ്യനിലേക്ക് കമ്മ്യൂണിക്കേഷൻ നടത്തൽ എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിന്റെ ആ ശൈലി ഇന്ന് ഏറ്റവും അനിവാര്യവും പ്രസക്തവുമായുള്ള സമയമാണ്. അപ്പോൾ അദ്ദേഹത്തെ ഓർക്കുകയല്ല, അദ്ദേഹം ഓർമ്മകളിൽ എപ്പോഴും ഉണ്ട്. ഓർത്തെടുക്കേണ്ട ആവശ്യമില്ല. മറഞ്ഞിട്ടും മറഞ്ഞിരുന്നു കൊണ്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു, ഒപ്പം ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ നാടകത്തോടെയും നാടക സ്നേഹത്തോടെയും ഒപ്പം ഒരു ചെറിയ രീതിയിലെങ്കിലും അദ്ദേഹത്തിന്റെ പാതയിൽ സഞ്ചരിക്കാൻ ഉള്ള ശ്രമം നടത്തുന്നതിന്റെ ഒരു വലിയ സന്തോഷമുണ്ട്. അദ്ദേഹത്തെ പിന്നെയും പിന്നെയും സ്നേഹത്തോടെ മാത്രം ഓർക്കും.